ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 വീഡിയോ കഴിഞ്ഞു ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പാർട്ട് 2 നോക്കാം. 2021 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഡിസ്കസസ് ദ സ്റ്റോറി ഓഫ് എ യങ് സീഗൾ ഹു വാസ് അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ പേടിയാവുന്ന ഒരു സീഗളിനെ പറ്റി പറഞ്ഞു അല്ലേ. ആൻഡ് ഹൗ ദ സീഗൾസ് പാരൻസ് ഗോഡഡ് ഹിം ഇൻ ടു ആക്ഷൻ. എങ്ങനെയാണ് സീഗളിൻ്റെ പാരൻസ് ഇൻസ്പയർ ചെയ്ത് ആ ഒരു ആക്ഷനിലേക്ക് എത്തിച്ചത് എന്നും പറഞ്ഞു. എക്വിപ്പിംഗ് ഹിം ടു ഫേസ് ദ ചാലഞ്ചസ് ഓഫ് ലൈഫ്. എങ്ങനെയാണ് ലൈഫിലെ ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റുക, അതിലേക്കും കൂടി അവരെ സീഗളിനെ എത്തിച്ചു. ഹാവ് യു എവർ ഫെൽറ്റ് ഓർ അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് യുവർ പാരൻസ് ഇൻ മേക്കിംഗ് യു വാട്ട് യു ആർ ടുഡേ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അത് നിങ്ങൾ ഇന്ന് എന്താണ് അതിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ പാരൻസിൻ്റെ റോൾ എന്തായിരുന്നു എന്ന് മനസ്സിലായിട്ടുണ്ടോ? റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ഇൻ എ പാരഗ്രാഫ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാം. I vividly remember the numerous times my parents encouraged me to step out of my comfort zone and try new things. എനിക്ക് ക്ലിയർലി ഓർമ്മയുണ്ട്, പലതവണ പാരൻസ് എൻകറേജ് ചെയ്ത് എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനായിട്ട് എന്നോട് എൻകറേജ്മെൻറ്റ് തന്നത് എനിക്ക് ഓർമ്മയുണ്ട്. Just like the young seagull's parents, they guided me with patience and persistence, helping me to overcome my fears and build confidence. സീഗളുടെ പാരൻസ് പോലെ തന്നെയാണ് എൻ്റെ പാരൻസ് ഇങ്ങനെ ഗൈഡ് ചെയ്ത് എൻ്റെ ഫിയേഴ്സൊക്കെ ഓവർകം ചെയ്യാനും കോൺഫിഡൻസ് എനിക്ക് ബിൽഡ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തത്. One particular incident that stands out was when I was hesitant to participate in a school play due to stage fright. സ്കൂളിൽ ഒരു നാടകത്തിന് എനിക്ക് സ്റ്റേജ് ഫിയർ കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പേടിയായിരുന്നു. പാരൻസ് റീഅഷ്വേർഡ് മീ ദാറ്റ് ഇറ്റ് വാസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്സ്. പാരൻസ് പിന്നെയും പറഞ്ഞു, കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. ആൻഡ് ദാറ്റ് ദ എക്സ്പീരിയൻസ് വുഡ് ഹെൽപ്പ് മീ ഗ്രോ. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ വളർന്നു വരുള്ളൂ. വിത്ത് ദെയർ സപ്പോർട്ട് ഐ മസ്റ്റർഡ് ദ കറേജ് ടു ടേക്ക് പാർട്ട്. അവരുടെ സപ്പോർട്ട് കൂടി ഞാനൊരു ധൈര്യം എടുത്തു. എല്ലാവരുടെ ആ ഒരു സപ്പോർട്ട് കൂടി ഞാനൊരു ധൈര്യം എടുത്തു. ആൻഡ് ഇറ്റ് എൻഡഡ് അപ്പ് ബീയിങ് എ വണ്ടർഫുൾ ലേണിംഗ് എക്സ്പീരിയൻസ്. അത് അവസാനം ഒരു നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസിലേക്ക് ആണ് എൻഡ് ചെയ്തത്, എക്സ്പീരിയൻസ് ആയിട്ട് മാറി. ലുക്കിംഗ് ബാക്ക്, ഐ റിയലൈസ് ദാറ്റ് പാരൻസ് unwavering സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് have played a significant role in shaping me into the person I am today. അതിൽ നിന്ന് എനിക്ക് എന്താ മനസ്സിലായത്, ഇന്ന് ഞാൻ ആരായിരിക്കുന്നു അത് എൻ്റെ പാരൻസിൻ്റെ അന്നത്തെ ആ ഒരു സപ്പോർട്ടാണ്. ഓക്കെ, അതാണ് എന്നെ ഇങ്ങനെയൊരു പേഴ്സണിലേക്ക് ഷേപ്പ് ചെയ്ത് എടുത്തത്. 2021 6 മാർക്സ് ക്വസ്റ്റ്യൻ നോക്കാം. ഇമാജിൻ ദാറ്റ് യു ആർ ദ വൈൽഡ് ലൈഫ് റിപ്പോർട്ടർ ഓൺ എ TV ചാനൽ. ഒരു TV ചാനലിലെ ഒരു റിപ്പോർട്ടറാണ് നിങ്ങൾ. യു ആർ നിയർ ദ ക്ലിഫ് ഓൺ വിച്ച് സീഗൾ ഫാമിലി ലിവ്സ്. സീഗളിൻ്റെ ഫാമിലി ജീവിക്കുന്ന ക്ലിഫിൻ്റെ അടുത്താണ് നിങ്ങൾ. യു വിറ്റ്നസ് ഓൾ ദ ഇവൻറ്റ്സ് ഓഫ് ദ യങ് സീഗൾസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന യങ് സീഗളിൻ്റെ എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവർ ശ്രമിക്കുന്നതൊക്കെ. പ്രിപ്പയർ എ ലൈവ് TV റിപ്പോർട്ട് ഓഫ് ദ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ദ സീഗളിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ചൊരു ലൈവ് TV റിപ്പോർട്ട്. നോക്കി എന്തൊക്കെ വേണം: സീഗൾസ് ഹാച്ചസ്, സ്ട്രഗിൾ ടു വാക്ക്, പാരൻസ് മോട്ടിവേഷൻ, സ്ട്രൈവ്സ്, ഹങ്കർ, ഡിറ്റർമൈൻ ടു ഫ്ലൈ, മേക്സ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. കണ്ടോ, ഇത്രയും ഹിൻസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വെൽക്കം ടു ഗ്ലോബൽ TV's വൈൽഡ് ലൈഫ് വാച്ച്. ഐ എം യുവർ ഹോസ്റ്റ് റോഹൻ. അപ്പോൾ ഇങ്ങനെ വെൽക്കം ചെയ്യാണ്. ആൻഡ് ഐ എം ഹിയർ വിത്ത് ഒരു ക്യാമറാമാൻ രാജ് എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് ഞാൻ. വി ആർ റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം ദ ക്ലിഫ് സൈഡിൽ നിന്ന് ലൈവ് റിപ്പോർട്ട് ചെയ്യാണ്. വി ആർ വിറ്റ്നസിങ് എ ട്രൂലി ഹാർട്ട് വാർമിംഗ് മൊമെൻറ്റ്. കണ്ടോ, ഒരു ട്രൂലി ഹാർട്ട് വാർമിംഗ് മൊമെൻ്റ് ആണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എ യങ് സീഗൾ ഇസ് സിറ്റിംഗ് ഓൺ ദ എഡ്ജ് ആൻഡ് ഹിസ് മദർ ഇസ് ടെംപ്റ്റിംഗ് ഹിം വിത്ത് എ ജ്യൂസി ഫിഷ് പീസ്. ഒരു യങ് സീഗൾ അടുത്തിരിക്കുന്നുണ്ട്, അമ്മ ഒരു ജ്യൂസി ഫിഷ് പീസുമായിട്ട് ഇരുന്ന് ഇങ്ങനെ യങ് സീഗളിനെ ടെംപ്റ്റ് ചെയ്യുന്നത് കാണാം. ഷീസ് ഹോൾഡിങ് ഇറ്റ് ജസ്റ്റ് ഔട്ട് ഓഫ് ഹിസ് റീച്ച്, ട്രൈങ് ടു ടെംപ്റ്റ് ഹിം ടു ഫ്ലൈ. അടുത്തുനിന്ന് മാറ്റിക്കൊണ്ടുവന്നുണ്ട്, യങ് സീഗളിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫിഷ് പീസ് മാറ്റിക്കൊണ്ടുവരും. എന്തിനാണ്? അവനെ ടെംപ്റ്റ് ചെയ്യണം പറക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലുക്ക്, ഷീസ് മൂവിങ് ബാക്ക്. നോക്കൂ, ഇപ്പോൾ സീഗളിൻ്റെ മദർ ബാക്കിലേക്ക് മൂവ് ചെയ്യാണ്, ഹോൾഡിങ് ദ ഫിഷ് പീസ് ഫർദർ അവേ. ഫിഷ് പീസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാണ്. എൻകറേജിങ് ദ യങ് സീഗൾ ടു ടേക്ക് ദ ലീപ്പ് എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുകയാണ്. The mother seagull is using the fish piece as a clever tactic to persuade her young one. അല്ലേ, ഒരു വഴിയായിട്ട്, ക്ലെവർ ആയിട്ടുള്ളൊരു വഴിയായിട്ടാണ് കാണുന്നത്, ഇതിങ്ങനെ ഒരു ട്രിക്കായിട്ട് കാണുന്നത്, യങ് സീഗളിനെ പറക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ. ആൻഡ് ടേക്ക് ഫ്ലൈ, സ്പ്രെഡ് ഹിസ് വിങ്സ് ആൻഡ് ടേക്ക് ഫ്ലൈറ്റ്. സ്പ്രെഡ് ഹിസ് വിങ്, അതായത് പറക്കാൻ ചിറകുകൾ വിരിക്കാനും
ഫസ്റ്റ് ഫ്ലൈറ്റ് എടുക്കാനും. ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ്. യെസ്, അത് വർക്ക് ആയിട്ടുണ്ട് ആ ഒരു ടെക്നിക്ക്. ദി യങ് സീഗൾ ഇസ് ടേക്കിംഗ് ദ ബെയ്റ്റ് ആൻഡ് ഹീസ് ഫ്ലൈയിങ്. യെസ്, യങ് സീഗൾ ആ ഒരു എഫേർട്ട് എടുത്ത് ദേ ഇപ്പോൾ പറക്കാണ്. വാട്ട് ആൻ ഇൻക്രെഡിബിൾ മൊമെൻറ്റ്. എന്തൊരു ഇൻക്രെഡിബിൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ്, അവിശ്വസനീയമായ ഒരു മൊമെൻ്റാണ് ഇത്. കണ്ടോ അവിടെ ഇവിടെ നമുക്ക് മെയിൻലി ആ ഒരു സീഗളിൻ്റെ ഹാച്ചസ് ഞാൻ എഴുതിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ട്രഗിൾ, അതേപോലെ തന്നെ പാരൻസ് മോട്ടിവേഷൻ, സ്ട്രൈവ്സ്, ഹങ്കർ, ഡിറ്റർമിൻ ടു ഫ്ലൈ, മേക്സ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, അത് വന്നിട്ടുണ്ട്. ഓക്കെ, സീഗൾസ് ഹാച്ചസ് എന്നുള്ളത്, സീഗളിനെ വിരിഞ്ഞു വരുന്ന സീഗൾ എന്നുള്ളത് നമ്മൾ സീഗളിൽ വിരിഞ്ഞു വന്ന കഥ എഴുതിയിട്ടില്ല. ബാക്കി ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ എഴുതുമ്പോൾ സീഗളിൽ ഹാച്ചസ്, അതായത് മുട്ടയിൽ നിന്ന് വിരിഞ്ഞു വന്ന കൂടെ എഴുതാൻ നന്നായിരിക്കും. 2020 നോക്കാം. ഫെയിലിയർ ഈസ് ഫേറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്, സേസ് വിൻസ്റ്റൺ ചർച്ചിൽ. ഫെയിലിയർ എന്ന് പറയുന്നത്, ഫേറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ഫെയിലിയർ വന്നാലാണ് നമ്മൾക്കതൊരു കറേജ്, ധൈര്യമാവുള്ളൂ അല്ലേ. കറേജ് ടു കണ്ടിന്യൂ, നമ്മൾക്ക് ധൈര്യമായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് പോവാനായിട്ടുള്ള ആ ഒരു കറേജാണ്, അതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫെയിലിയർ എന്ന് പറയുന്നത് അല്ല അവസാനം. സേസ് വിൻസ്റ്റൺ ചർച്ചിൽ, ഫെയിലിയർ ഇസ് ഇൻഡീഡ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, ഒരു സക്സസ്സിലേക്കുള്ളൊരു പടിയാണ് എൻ്റെ ഫെയിലിയർ. ദ യങ് സീഗൾ സ്റ്റോറി ടീച്ചേഴ്സ് അസ് ദിസ്. നമ്മുടെ യങ് സീഗളിൻ്റെ സ്റ്റോറിയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. പ്രിപ്പയർ എ റൈറ്റപ്പ് ഹൈലൈറ്റിംഗ് ദിസ് വ്യൂ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞേക്കണേ. നോക്കാം. അപ്പോൾ എന്താണ്, നമുക്ക് റൈറ്റപ്പിന് എന്തെങ്കിലും ഒരു ഹെഡിങ് കൊടുക്കണം റൈറ്റപ്പിന്. ഓക്കെ, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള ഹെഡിങ് തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, വിൻസ്റ്റൺ ചർച്ചിൽസ് പ്രൊഫൗണ്ട് വേർഡ്സ്, ഫെയിലിയർ ഇസ് ഫേറ്റൽ, ഇറ്റ് ഈസ് എ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്, റെസനേറ്റ് ഡീപ്ലി വിത്ത് യങ് സീഗൾ സ്റ്റോറി ഇൻ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റോറി അല്ലേ എന്നുള്ളതാണ്. This narrative poignantly illustrates that failure is in fact a stepping stone to success. ഈ കഥയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ഫെയിലിയർ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സക്സസ്സിലേക്കുള്ള. ദി യങ് സീഗൾസ് ഇനീഷ്യൽ അറ്റംപ്റ്റ്സ് ടു ഫ്ലൈ ആർ മെറ്റ് വിത്ത് ഫെയിലിയർ. ആദ്യത്തെ അറ്റംപ്റ്റ്സിൽ അദ്ദേഹം യങ് സീഗൾ ഫെയിൽ ആവാണ്. ആസ് ഹി ഹെസിറ്റേറ്റ്സ് ആൻഡ് ഫിയേഴ്സ് ദി അൺനോൺ അല്ലേ. അത് പേടിക്കാണ്, അറിയില്ല ഇതിങ്ങനെയാണ് എന്നൊക്കെ, പക്ഷെ എന്നാൽ പോലും പേടിയാണ്. However, his mother's unwavering encouragement and clever tactics ultimately propel him to take the leap. എന്നാലും അമ്മയുടെ അറ്റംപ്റ്റ് അവന് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. വിത്ത് ഈച്ച് ഫെയിൽഡ് അറ്റംപ്റ്റ് ദ യങ് സീഗൾ ലേൺസ് ആൻഡ് ഗ്രോസ്, മസ്റ്ററിങ് ദ കറേജ് ടു ട്രൈ അഗൈൻ. ഓരോ തവണ ഫെയിൽ ആകുമ്പോഴും നമ്മുടെ യങ് സീഗൾ പിന്നെയും ശ്രമിക്കുന്നുണ്ടായിരുന്നു അല്ലേ, ഒരു ട്രൈ ചെയ്യാനായിട്ട് ആ ഒരു ധൈര്യം എടുക്കുന്നുണ്ടായിരുന്നു. ദ സ്റ്റോറി ബ്യൂട്ടിഫുള്ളി ഡെമോൺസ്ട്രേറ്റ്സ് ദറ്റ് ഫെയിലിയർ ഇസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല, ബട്ട് റാദർ ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ദ യങ് സീഗൾസ് അൾട്ടിമേറ്റ് ട്രയംഫ് ഇസ് നോട്ട് സോൺലി ഡ്യൂ ടു ഹിസ് ഇന്നേറ്റ് എബിലിറ്റി. അവസാനം സീഗളിൽ ജയിക്കുന്നത് സീഗളിൻ്റെ മാത്രം ഉള്ളിലെ കഴിവ് കൊണ്ടല്ല, ബട്ട് റാദർ ഹിസ് വില്ലിങ്നെസ് ടു പെർസിവിയർ ആൻഡ് ലേൺ ഫ്രം ഹിസ് മിസ്റ്റേക്സ് അല്ലേ. ആ ഒരു കണ്ടിന്യൂ ചെയ്ത് എഫേർട്ട് ഇടാനും ആ ഒരു മിസ്റ്റേക്സിൽ നിന്ന് പഠിക്കാനുള്ള ഒരു കാരണം പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചർച്ചിൽസ് words echo through this narrative, reminding us that it is not the failure itself that defines us. ചർച്ചിലിൻ്റെ വേർഡ്സ് ഇതിൽ എന്താ പറയുന്നത്, നമ്മളെ ഡിഫൈൻ ചെയ്യുന്ന നമ്മുടെ ഫെയിലിയർ അല്ല, ബട്ട് റാദർ എ റെസ്പോൺസ് ടു ഇറ്റ്, എങ്ങനെ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ദി യങ് സീഗൾ സ്റ്റോറി സെർവ്സ് as a powerful reminder that with courage, determination and right mindset we can transform our failures into stepping stones for success. അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാണ്, കറേജ്, ഡിറ്റർമിനേഷൻ, റൈറ്റ് മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഫെയിലിയേഴ്സിനെ നമുക്ക് സക്സസ്സിലേക്കുള്ള സ്റ്റോൺസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. നോക്കാം 2018 ക്വസ്റ്റ്യൻ. Then a monstrous terror seized him and his heart stood still. He could hear nothing, but it only lasted a moment. ഇത് നോക്കിയേ, ഒരു ഭയങ്കര പേടി അവനെ അവന് വന്നു. ഹാർട്ട് നിന്ന് പോയ പോലെ തോന്നി, ഒന്നും കേൾക്കുന്നില്ല. എന്നാൽ അതൊരു മൊമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദാറ്റ് മൊമെൻറ്റ്? ആ മൊമെൻറ്റിന് ശേഷം എന്ത് സംഭവിച്ചു? Based on your reading of the story, his first flight, write a paragraph on Seagull's first flight. സീഗളുടെ ഫസ്റ്റ് ഫ്ലൈറ്റിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞത്. നോക്കിക്കേ, as the monstrous terror that had seized him subsided, the young seagull's paralysis gave way to instinct. ആ ഒരു ഇതിൽ നിന്ന് പിന്നെ എന്താണ് മാറ്റം, അയാളുടെ ശരിക്കുള്ള ഒരു കഴിവിലേക്ക് മാറാണ്. ആദ്യം ഒരു പേടിയിൽ നിന്ന് എന്താ സംഭവിച്ചത്? He stretched his wings wide. വിങ്സ് നല്ലപോലെ വിരിച്ചു. Feeling the wind rush beneath him.
ഒരു എന്താ കാറ്റ് പുറകിൽ വന്ന പോലെ ആൻഡ് ബിഗൻ ടു ഫ്ലാപ്പ്, പറന്നുയരാനായിട്ട് തുടങ്ങി, ഫ്ലാപ്പ് ചെയ്യാൻ തുടങ്ങി. ടു ഹിസ് അമേസ്മെൻറ്റ് ഹി ഫെൽറ്റ് ഹിംസെൽഫ് ലിഫ്റ്റ് ഓഫ് ദ ക്ലിഫ്സ് എഡ്ജ്. എന്താണ്, ആ ഒരു ക്ലിഫിൻ്റെ എഡ്ജിൽ നിന്ന് പൊങ്ങി പോകണ പോലെ തോന്നാണ്. ഹിസ് വിങ്സ് ബീറ്റിംഗ് റാപ്പിഡ്ലി ആസ് ഹി സോഡ് ഇൻ ടു എയർ. എയറിലേക്ക് പറന്നുയരുമ്പോൾ വിങ്സ് ചിറകടിക്കുന്നുണ്ടായിരുന്നു. ദ ഗ്രൗണ്ട് ബിലോ ഹിം ഗ്രൂ ഡിസ്റ്റൻറ്റ്. അതായത് ആ ഒരു സീകളുടെ താഴെയുള്ള ഗ്രൗണ്ട് ഇങ്ങനെ ഡിസ്റ്റൻറ്റ് വലുതായി വന്നു. ആൻഡ് ദ ഡിസ്റ്റൻസ് കൂടി വന്നു എന്നുള്ളതാണ്. ആൻഡ് ദ വിൻഡ് റഷ്ഡ് പാസ്റ്റ് ഹിം വിത്ത് എ ഡെഫനിങ് റോൾ. അതിൻ്റെ പുറകിൽ നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല ഡെഫനിങ് റോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തിൽ. ദ യങ് സീഗൾസ് ഫിയർ ഗേവ് വേ ടു എക്സൈറ്റ്മെൻറ്റ് ആസ് ഹി റിയലൈസ്ഡ് ഹി വാസ് ഫ്ലൈയിങ്. ആ ഒരു പേടിയിൽ നിന്ന് മാറി എക്സൈറ്റ്മെൻറ്റിലേക്കായി മാറി അല്ലേ, എന്താണ്, ഞാൻ പറക്കാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലേക്ക് മാറി. യങ് സീകളുടെ പേടിയായിരുന്നു, അതാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഹിസ് വിങ്സ് ക്യാരിങ് ഹിം എഫേർട്ട്ലെസ്ലി അബൌവ് ദ സീ. ഇപ്പോൾ സീയുടെ മുകളിൽ അദ്ദേഹമല്ല, സീകളുടെ വിങ്സ് അതിനെ എഫേർട്ട്ലെസ്ലി ക്യാരി ചെയ്ത് കൊണ്ടുപോയി. സോ ഇതാണ് നമ്മുടെ യങ് സീകളുടെ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ സ്റ്റോറി. ഇതിലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.